ഭൂനിയമ ഭേദഗതി ബിൽ വിജ്ഞാപനം പുറത്തുവന്നെങ്കിലും ഇടുക്കിയിലെ ജനങ്ങളുടെ ആശങ്ക ഒഴിയുന്നില്ല. ചട്ടലംഘനങ്ങളുടെ ക്രമവൽക്കരണത്തിലെ ഫീസ് നടപടികൾ തുടങ്ങിയവയിലാണ് ആശങ്ക നിലനിൽക്കുന്നത്. അതേസമയം CPM അനധികൃതമായി കെട്ടിപ്പൊക്കിയ പാർട്ടി ഓഫീസുകൾക്കും വൻകിട മുതലാളിമാർക്ക് മാത്രമേ ഭൂനിയമ ഭേദഗതി ഗുണം ചെയ്യുന്നു എന്ന ആരോപണവും ഉയരുന്നുണ്ട്. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഈ ഒരു വിഷയത്തിൽ ഏതൊക്കെ ആശങ്ക നിലനിൽക്കുകയാണ്, ഒപ്പം പ്രതിഷേധവും? ഇടുക്കിയിലെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് 2019 ഇത്തരത്തിൽ ഉള്ള നിയമം ലംഘിച്ചുള്ള കെട്ടിട നിർമ്മാണങ്ങളെ പൂർണ്ണമായും തടഞ്ഞുകൊണ്ടുള്ള ഉത്തരവിറക്കിയത്. എന്നാൽ ഇതിനു മുമ്പ് തന്നെ നിരവധി നിർമ്മാണങ്ങൾ അത് പഞ്ചായത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതിയോടെ തന്നെ നടന്നിരുന്നു. ഇപ്പോൾ ഭൂനിയമ ഭേദഗതി ബില്ല് അതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ച് അത് നിയമമാകുന്നതോടുകൂടി ഇത്തരത്തിൽ നടന്ന നിർമ്മാണങ്ങൾക്ക് അത് ക്രമവൽക്കരിക്കേണ്ടി വരും. ഈ ക്രമവൽക്കരിച്ചില്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന നിയമ നടപടികൾ, ഇത് പൊളിച്ചു നീക്കുന്ന അടക്കമുള്ള നിയമ നടപടികളിലേക്ക് പോകേണ്ടി വരും. ആ ഒരു ഘട്ടത്തിൽ ഈ ക്രമവൽക്കരിക്കുന്നതിന് നൽകുന്ന ഫീസിലും മറ്റുമാണ് വലിയ രീതിയിലുള്ള അഴിമതി നടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നത്. അതോടൊപ്പം തന്നെ CPM പോലത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ കെട്ടിടങ്ങൾ, ഇല്ലെങ്കിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവരുടെ കെട്ടിടങ്ങൾക്കൊക്കെ ഗുണകരമായ രീതിയിൽ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് ഇതിൽ നിന്ന് ചൂഷണം മാത്രം ഉണ്ടാകുക എന്ന ഒരു ആശങ്ക തന്നെയാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. ക്രമവൽക്കരിക്കുന്നതിനുള്ള ഫീസിന് പുറമെ സെസ്സും രാഷ്ട്രീയ സെസ്സും ഹരിത ടാക്സും നൽകേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ ഈ തുക നിശ്ചയിക്കുന്നതിലടക്കം വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ടാകും. അതിനോടൊപ്പം തന്നെ ക്രമവൽക്കരിക്കുന്നതിനുള്ള അനുമതി നൽകുന്നതിനും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സ്വാധീനവും മറ്റും വേണ്ടിവരും എന്നതടക്കമുള്ള ആശങ്കകളാണ് ഇവിടുത്തെ ജനങ്ങൾ പങ്കുവെക്കുന്നത്. ഇതേ കാര്യത്തിൽ തന്നെ സ്വാധീനമുള്ളവർക്ക് അനുകൂലമായി അതിവേഗത്തിൽ നടപടി ഉണ്ടാകും എന്ന ഒരു ആരോപണവും ഇവർ ഉന്നയിക്കുന്നു. KP സുരേഷ്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയതൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക്. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ വീണ്ടും സങ്കീർണമാവുകയാണ്. വിടാതെ ഇടുക്കി ജില്ലയിലെ പ്രശ്നങ്ങൾ തുടരുകയാണ് എന്ന് പറയുന്നതാണ് ശരി. 2019 ആഗസ്റ്റ് 22 ഈ പിണറായി സർക്കാർ കൊണ്ടുവന്ന നിർമ്മാണ നിരോധനമാണ് ഈ ജില്ലയിലെ ഈ ഭൂപ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമായിട്ടുള്ളത്. 1964 ഭൂപതിവ് ചട്ടമനുസരിച്ച് ഈ കാലങ്ങൾ അത്രയും ഇടുക്കി ജില്ലയിൽ നിർമ്മിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് റവന്യൂ വകുപ്പും പഞ്ചായത്തും യാതൊരു തടസ്സങ്ങളും ഉന്നയിച്ചിരുന്നില്ല. കാലങ്ങളായി ഇവിടെ വീടുകളും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളും വാണിജ്യ സ്ഥാപനങ്ങളും ഒക്കെ നിർമ്മിച്ചിരുന്നു. അതിന് പഞ്ചായത്ത് അതിന്റെ കരമീടാക്കി തുടർന്നുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയാണ്. ഇപ്പോഴതാണ് സങ്കീർണമായിക്കൊണ്ടിരിക്കുന്ന. പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതിയില്ല എന്ന് മാത്രമല്ല, നിലവിലുള്ള കെട്ടിടങ്ങൾ മുഴുവൻ ചട്ടവിരുദ്ധമാണ് എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. എന്ന് സർക്കാരിന്റെ നിയമം അനുസരിച്ച് നിർമ്മാണം നടത്തി ആ നിർമ്മാണത്തിന് സർക്കാർ പറയുന്ന ഫീസ് ഈടാക്കിക്കൊണ്ടിരുന്ന ജനങ്ങളോട്, കർഷകരോട്, സാധാരണപ്പെട്ടവരോട് പറയുന്നത് നിങ്ങളെല്ലാം ചട്ടലംഘനം നടത്തി എന്ന് പറയുന്ന ഒരു സർക്കാരാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്.